നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ SCERT പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററായ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്ന പാഠഭാഗത്തു നിന്ന് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെന്ന് പറയുന്നത് പരുത്തിയും കമ്പിളിയും ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ജനത ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പരുത്തിയും കമ്പിളിയും ഉപയോഗിച്ചുള്ളതായിരുന്നു എന്ന് അവിടെ നിന്ന് ലഭ്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാം. ഇവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതപ്പെടുന്നു. അപ്പോൾ സിന്ധു നദീതട ജനത ഉപയോഗിച്ചിരുന്നത് പരുത്തി കമ്പിളി വസ്ത്രങ്ങളായിരുന്നു. സിന്ധു നദീതട ജനത ഉപയോഗിച്ചിരുന്നത് പരുത്തിയും കമ്പിളിയും ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു. പരുത്തി തുണികളും കമ്പിളി വസ്ത്രങ്ങളും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ചില കൈത്തറി കേന്ദ്രങ്ങൾ നോക്കാം. 1 കണ്ണൂർ, 2 തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി. ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുത്താമ്പുള്ളി, ബാലരാമപുരം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്തിന് പ്രസിദ്ധമാണ് എന്ന് ചോദിക്കാം. കൈത്തറി കേന്ദ്രങ്ങളാണ് 1 കണ്ണൂർ, 2 ബാലരാമപുരം, 3 കുത്താമ്പുള്ളി. കുത്താമ്പുള്ളി തൃശ്ശൂർ ജില്ല, ബാലരാമപുരം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലാണ് കുത്താമ്പുള്ളി. ബാലരാമപുരവും കുത്താമ്പുള്ളിയും കൈത്തറി തുണികൾക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. കൈത്തറിക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് ബാലരാമപുരം, കുത്താമ്പുള്ളി. അടുത്തതായി യന്ത്രത്തറി അഥവാ പവർലൂം. യന്ത്രത്തറി അല്ലെങ്കിൽ പവർലൂം കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ പവർലൂം കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാലും എഡ്മണ്ട് കാർട്ട് റൈറ്റ്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാനാണ് യന്ത്രത്തറി ഉപയോഗിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ, തുണി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം, തുണി ഉൽപ്പാദിപ്പിക്കാനാണ് യന്ത്രത്തറി ഉപയോഗിക്കുന്നത്. അത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ്. യന്ത്രത്തറി അഥവാ പവർലൂം. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചു. സ്പിന്നിംഗ് ജെന്നി ഉപയോഗിക്കുന്നത് നൂൽ ഉൽപ്പാദനം വേഗത്തിലാക്കാനാണ്. മുൻകാലങ്ങളിൽ കൈകൊണ്ടാണ് നൂൽ ഉൽപ്പാദനം നടത്തിയിരുന്നത്. പക്ഷേ നമുക്കറിയാം, വ്യാവസായിക വിപ്ലവ കാലത്ത് ഇതൊക്കെ ഒരുപാട് ആവശ്യം വന്ന സാധനങ്ങളാണ്. അതൊക്കെ കൂടിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ നൂൽ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് സ്പിന്നിംഗ് ജെന്നി. അത് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. തുണി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് യന്ത്രത്തറി അഥവാ പവർലൂം. അത് കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ്. യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടിയാണ് യൂറോപ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചത്. അങ്ങനെയാണ് അവർ ഇന്ത്യയിലേക്കും എത്തിയത്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട തുണികൾക്കുള്ള കമ്പോളം തേടിയാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയത്. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും അവർ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആരാണ് യൂറോപ്യന്മാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. യൂറോപ്പിലുള്ള ജനങ്ങളെയാണ് യൂറോപ്യന്മാരെന്ന് വിളിക്കുന്നത്. കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ വന്നത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. പോർച്ചുഗീസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാരാണ് പോർച്ചുഗീസുകാർ. ഡച്ചുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വന്നവരാണ് ഡച്ചുകാർ. ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരാണ്. ഫ്രഞ്ചുകാർ ഫ്രാൻസിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്ന 4 യൂറോപ്യൻ രാജ്യങ്ങളാണ് പോർച്ചുഗൽ, നെതർലൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്.
അതായത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. അസംസ്കൃത വസ്തുക്കളും കമ്പോളവും തേടിയാണല്ലോ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത്. അക്കാലത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്ന വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചില അസംസ്കൃത വസ്തുക്കളാണ് പരുത്തി, ചണം, നീലം. ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും ഇവ തന്നെയാണ്: പരുത്തി, ചണം, നീലം. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രത്തിന് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്നു. ചണം. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാതീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായിട്ട് ഇന്ത്യയിൽ നിന്ന് ധാരാളമായിട്ട് ചണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉണ്ടാക്കുന്നത്. അതൊരു പ്രകൃതിദത്ത നാരാണ്. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാതീരത്താണ്. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. ഇതിനെ ഇൻഡിഗോ എന്ന് പറയും. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായമാണ് ഉപയോഗിച്ചിരുന്നത്. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു: പ്രകൃതിദത്ത നാരുകളെന്നും കൃത്രിമ നാരുകളെന്നും. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു: പ്രകൃതിദത്ത നാരുകളെന്നും കൃത്രിമ നാരുകളെന്നും. പ്രകൃതിദത്ത നാരുകൾ പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ഒന്ന് ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവയും മറ്റേത് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നവയും. പ്രകൃതിദത്ത നാരുകൾ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു: ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ, സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നവ. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ നമുക്കറിയാവുന്നതുപോലെ ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി ലഭിക്കുന്നു, പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാര് ലഭിക്കുന്നു. ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി ലഭിക്കുന്നു, പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാര് ലഭിക്കുന്നു. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നാരുകളാണ് പരുത്തിയും ചണവും. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നാരുകളാണ് പരുത്തിയും ചണവും. പരുത്തിച്ചെടിയിൽ നിന്നും ചണച്ചെടിയിൽ നിന്നുമാണ് പരുത്തിയും ചണവും ലഭിക്കുന്നത്. കൃത്രിമമായിട്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള നാരുകളാണ് പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കൃത്രിമ നാരുകളാണ് പോളിസ്റ്റർ, നൈലോൺ, റയോൺ തുടങ്ങിയവ. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. ഈ പ്രതിഷേധ സമരങ്ങൾക്കെല്ലാം ശേഷം തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. 1859 തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം അനുവദിച്ചത്. മേൽമുണ്ട് സമരം മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്: ചാന്നാർ ലഹള. ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് എന്നുള്ളത്. അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7-നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. എന്നാണ് ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1918. അപ്പോൾ 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. 5-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 4-ാമത്തെ പാഠത്തിലെ
കുറച്ച് PSC റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു.